ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് തുടക്കം. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോ ആന്റണി, മോഹൻലാൽ, മനോജ് കെ ജയൻ, സായി കുമാർ എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 2,62,00,000 രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 3,60,00,000 രൂപയുമായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ കേരള കളക്ഷനായി ആദ്യ 2 ദിവസം കൊണ്ട് 6,22,00,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി രൂപയും നേടിയെടുത്തിരുന്നു. ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് 7,22,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തത്. വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ ദിവസം 6,93,00,000 രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 8,25,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. ടോട്ടൽ 2 ദിവസം കൊണ്ട് 15,20,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി മൂന്നാം ദിവസം എന്ന ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 4 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 10,25,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 8,50,00,000 റേഞ്ചിലുമാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 23,50,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ലോകേഷ് കനകരാജ് നായകവേഷത്തിൽ അഭിനയിച്ച് അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് DC. വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം തമിഴിന് പുറമെ തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും എത്തിയിരുന്നു. ഈ സിനിമയുടെ തെലുങ്ക് പതിപ്പ് 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 3,80,00,000 രൂപയും ഹിന്ദി പതിപ്പ് 2 ദിവസം കൊണ്ട് നേടിയെടുത്തത് 1,90,00,000 രൂപയുമായിരുന്നു. കേരളത്തിൽ 2 ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തത് 1,95,00,000 രൂപയായിരുന്നു. സിനിമ ഇന്ത്യൻ ഗ്രോസായി വെള്ളിയാഴ്ച 5 കോടി രൂപയും ഇന്നലെ ശനിയാഴ്ച 7,25,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. ടോട്ടൽ 12,25,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് നേടിയെടുത്തത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 18,50,00,000 രൂപയുമായിരുന്നു. അതേസമയം മൂന്നാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 2,50,00,000 റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 4,50,00,000 റേഞ്ചിലാണ് DC എത്തിച്ചേർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 7,50,00,000 റേഞ്ചിലാണ് തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലാണ്. 3 ദിവസം കൊണ്ട് അങ്ങനെ ഇന്ത്യയിൽ 22 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 30 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ മൈ ഡോഗ്. അമിത് റായ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പങ്കജ് ത്രിപാഠി, രാജേഷ് കുമാർ, ഗീത അഗർവാൾ, പവൻ മൽഹോത്ര എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 99,00,000 രൂപയായിരുന്നു. ഇന്നലെ ശനിയാഴ്ച 1,41,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 2,58,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. സിനിമയ്ക്ക് ഷെയറായി 1,23,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ജൂലൈ 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ തെലുങ്ക് സിനിമയാണ് കൊറിയൻ കനകരാജു. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് മിർലാപക ഗാന്ധിയാണ്. ചിത്രത്തിൽ വരുൺ തേജ്, സത്യ, VTB ഗണേഷ്, പ്രീതിക നായക്, ദക്ഷ നാഗാർക്കൽ, ബുള്ളി രാജു എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയിൽ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 4,80,00,000 രൂപയും ആന്ധ്രയിൽ 3,85,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി 2 ദിവസം കൊണ്ട് 8,65,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 1,13,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 11,00,000 എന്നിങ്ങനെ 9,89,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് നിന്ന് 2,95,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 2 ദിവസം കൊണ്ട് 12,84,00,000 രൂപ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ദളപതി വിജയ് നായകനായി H. വിനോദ് സംവിധാനം ചെയ്ത് ജൂലൈ 23 തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രം 18ാം ദിവസമായ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 4,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 16,59,00,000 രൂപയാണ് ഇന്നലെ വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 18ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 5,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 16,64,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം ഇന്നലെ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 2,11,00,000 രൂപയാണ്. 17 ദിവസം കൊണ്ട് 151,13,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച തമിഴ്നാട്ടിൽ 3.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 18 ദിവസം കൊണ്ട് ജനനായകൻ തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 154,50,00,000 റേഞ്ചിലാണ്. 18 ദിവസത്തെ ജനനായകന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 336 കോടിക്ക് മുകളിലുമാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത് ജൂലൈ 31 തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് ഉന്മാദം. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 13,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് 4,09,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 10ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 15,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 4,25,00,000 റേഞ്ചിൽ എത്തിച്ചേർന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി പ്രതീക്ഷിക്കുന്നത് 6,20,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.